നിയമസഭയിലേക്കാണ്. കാരണം ഇന്ന് നിയമസഭയിൽ കൊമ്പ് കോർക്കുകയായിരുന്നു പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും. താമരശ്ശേരി കൊലപാതകത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന രമേശ് ചെന്നിത്തലയുടെ അഭിസംബോധനയാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ പൊട്ടിത്തെറിച്ച മുഖ്യമന്ത്രി അനാവശ്യ കാര്യങ്ങൾ പറയാതെ നാടിന്റെ പ്രശ്നം ചർച്ച ചെയ്യൂ എന്ന് ഉറക്കെ പറഞ്ഞു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നുമല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാണ്. അങ്ങേക്ക് അറിയാമല്ലോ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോശക്കാരനാക്കി. അതേസമയം ക്യാമ്പസുകളിൽ റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത് SFI ആണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിനെ എതിർത്ത CPIM അംഗങ്ങൾ അടിയന്തര പ്രമേയ വിഷയത്തിൽ നിന്നും പ്രതിപക്ഷം തെന്നിമാറുന്നു എന്നാരോപിച്ചു. തലവെട്ടി ചോരയിൽ കുളിച്ച് നായകൻ നിൽക്കുന്ന സിനിമകളാണ് പ്രശ്നമെന്ന് KV സുമേഷും പറഞ്ഞു. വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് VS അനു ചേരുന്നുണ്ട്. അനു, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഈ ഓരോരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ മറുപടി. എന്നാൽ ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഒരു അൺപാർലമെന്ററി എന്ന് ചെന്നിത്തല പറയുന്നു. ഈ മുഖ്യമന്ത്രിയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഇത്രയും അസഹിഷ്ണുതയെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അങ്ങനെ അടിയന്തര പ്രമേയ വിഷയത്തിൽ ആകെ മൊത്തം കലങ്ങി മറിഞ്ഞു സഭ, അല്ലേ? സേതുലക്ഷ്മി, ഇന്ന് രാവിലെ ശൂന്യവേള ആരംഭിക്കുമ്പോഴാണ് ഈ പറയുന്ന താമരശ്ശേരി ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളും പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചത്. ഏറെ സന്തോഷത്തോടു കൂടി ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തു. സ്പീക്കർ സർക്കാരിന്റെ നയത്തെ അനുമോദിക്കുകയും ചെയ്തു. പക്ഷേ ഈ അടിയന്തര പ്രമേയ ചർച്ച ആരംഭിച്ച ഘട്ടത്തിലൊക്കെ ഓരോ വിഷയവും എടുത്തു പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് TP കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾക്ക് പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം, അതുകൂടാതെ ഈ പറയുന്ന പൂക്കോട്ടൂർ സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം, ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ ഇത് മറുപടി പറയണം എന്ന രീതിയിലുള്ള രമേശ് ചെന്നിത്തലയുടെ അഭിസംബോധനയാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ താൻ ആ ഘട്ടത്തിലൊക്കെ മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പ്രകോപനപരമായ ഒരു ഇടപെടലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അദ്ദേഹം ഒരു അസഹിഷ്ണുതയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നിത്തലയ്ക്ക് മറുപടി പറയുന്നതോടുകൂടിയാണ് അങ്ങനെ ഒരു ഒരു വാക്കുതർക്കത്തിലേക്ക് നിയമസഭയുടെ അടിയന്തര പ്രമേയ ചർച്ച കടന്നത്. SFIയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ചെന്നിത്തലയുടെ പ്രസംഗവും മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. SFIയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നീട് സംസാരിച്ച KV സുമേഷ് ഉൾപ്പെടെയുള്ളവർ മറുപടി പറയുകയും ചെയ്തു. ഇപ്പോൾ ലിൻഡോ ജോസഫാണ് ഇപ്പോൾ സംസാരിച്ച് അവസാനിപ്പിച്ചത്. അതിനുശേഷം PJ ജോസഫാണ് മോൻസ് ജോസഫാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തുന്ന നിഷ്ക്രിയമാണ് സംസ്ഥാനത്തെ പോലീസ് എന്നാണ് അത് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ MK മുനീർ ആയിക്കോട്ടെ എല്ലാവരും കുറ്റപ്പെടുത്തിയത്. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതിലൊന്നും സർക്കാർ തയ്യാറാകുന്നില്ല. റോജി M. ജോൺ അടക്കം ഇക്കാര്യത്തിലുള്ള സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെ തുറന്നുകാട്ടി. പക്ഷേ പിന്നീട് സംസാരിച്ച KV സുമേഷ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമയിലടക്കം ഇത്തരത്തിലുള്ള വലിയ ഈ അക്രമങ്ങളെ, ഈ ലഹരി ഉപയോഗത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വില്ലൻ്റെ തല വെട്ടി മാറ്റിക്കൊണ്ട് നടന്നു വരുന്ന നായകനെ കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു സാമൂഹ്യ അനുവാണ്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് നടന്ന നാടകീയമായ സംഭവങ്ങളുടെ വിവരങ്ങൾ നൽകി. നമുക്ക് സഭയിൽ നടന്ന വാക്കേറ്റം ഒരിക്കൽ കൂടി കാണാം. സർ, നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ PP ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു. കൃപേഷ് ശരത്ലാലിനെ കൊലപാതകത്തിന് ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നുമല്ല.
മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാണ്, അങ്ങേക്ക് അറിയാമല്ലോ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചോണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോശക്കാരനാക്കി. 5 വർഷം കേട്ടതാ. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്തയാളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. സാർ, ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട.